ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഓഗസ്റ്റ് 18-നാണ് നമുക്ക് ഓണപ്പരീക്ഷ ആരംഭിക്കുന്നത്. ഇന്നൊരു ഒഫീഷ്യൽ വാർത്ത നിങ്ങളെല്ലാവരും കേട്ടു. അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള വലിയ ചോദ്യമാണ്, സാറേ കഴിഞ്ഞ വർഷത്തെ +1 വിദ്യാർത്ഥികൾക്ക് ഒരു ഒഫീഷ്യൽ ടൈം ടേബിൾ ഉണ്ടായിരുന്നില്ല, പ്രോപ്പറായ ഒരു ഓണപ്പരീക്ഷയും ഉണ്ടായിരുന്നില്ല. ഇത്തവണയും ഞങ്ങൾക്ക് അതുപോലെ ആയിരിക്കുമോ? ഞങ്ങൾക്കൊരു പ്രോപ്പർ ഓണപ്പരീക്ഷ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്നത് എന്നായിരിക്കും നിങ്ങളുടെയൊക്കെ പലരുടെയും മനസ്സിലുണ്ടാവുക. സോ അതിൻ്റെ ഉത്തരമാണ്, എങ്ങനെയുള്ളൊരു ഓണപ്പരീക്ഷയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക, എല്ലാവർക്കും ഒരേപോലുള്ള ചോദ്യപേപ്പർ ആയിരിക്കുമോ, പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടായിരിക്കുമോ എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണുക. സോ ഒന്നാമത്തെ കാര്യം, 2024 നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഓണപ്പരീക്ഷ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അവിടെ അവർക്ക് പ്രോപ്പറായൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നില്ല. അതായത് കേരളത്തിൽ എപ്പോഴാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും പരീക്ഷ നടത്തേണ്ടത് എന്ന തരത്തിലൊരു പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടായിരുന്നില്ല. സിമിലർ വേ എല്ലാവർക്കും ഒരു യൂണിഫോം ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടായിരുന്നില്ല. അതായത് ഓരോ സ്കൂളുകളിലും ആ ടീച്ചേഴ്സിന് കൺവീനിയൻ്റ് ആയ രീതിയിൽ, കൺവീനിയൻ്റ് ആയ ദിവസങ്ങളിൽ ഓരോ സബ്ജക്റ്റുകളുടെ യൂണിറ്റ് ടെസ്റ്റ് എന്ന വണ്ണമായിരുന്നു ചോദ്യപേപ്പർ കൊടുത്ത് ടീച്ചർമാർ പരീക്ഷ നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ആർക്കും ഒരു ഒഫീഷ്യൽ പ്രോപ്പർ ഓണപ്പരീക്ഷ ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും അത്തരത്തിൽ ഉണ്ടാവാതിരുന്നത്? അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ജൂലൈ മാസം അവസാനം വരെയും നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും പല കുട്ടികളും ലാസ്റ്റ് മൊമെൻറ്റിലാണ് പലർക്കും സ്കൂളുകൾ ഉൾപ്പെടെ സബ്ജക്റ്റുകൾ ഉൾപ്പെടെ കൺഫേം ആയിരിക്കുന്നത്. അതിനാൽ തന്നെ പല സ്കൂളുകളിലും പല കുട്ടികൾക്കും കൃത്യമായ തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ ലഭിച്ചിട്ടില്ല. ജൂൺ 18 നമ്മുടെ സ്കൂൾ തുറന്നു എന്നതൊക്കെ ശരിയാണ്, പക്ഷെ അതിനുശേഷവും എത്രയോ തവണ അലോട്ട്മെൻറ്റ് പ്രൊസീഡിങ്സ് നടന്നു, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ നടന്നു, സ്കൂൾ ട്രാൻസ്ഫർ ഓപ്ഷൻസ് പല കുട്ടികളും യൂട്ടിലൈസ് ചെയ്തു. അതിനാൽ തന്നെ ഈ ജൂലൈ അവസാന വാരം വരെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പ്രൊസീഡിങ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രോപ്പറായ ഓണപ്പരീക്ഷ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നടക്കാതിരുന്നത്. അതേപോലെ തന്നെയായിരിക്കും ഇത്തവണയും നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ ടൈം ടേബിൾ ഉണ്ടാവാനുള്ള സാധ്യത കമ്പാരറ്റീവ്ലി കുറവാണ്. അങ്ങനെ ടൈം ടേബിൾ ഇല്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂളിലെ ഏത് ടൈം ടേബിൾ ആയിരിക്കും ഫോളോ ചെയ്യുക എന്നുള്ളത് പല കുട്ടികളുടെയും സംശയമാണ്. മക്കളെ, കേരളത്തിലുള്ള മെജോറിറ്റി സ്കൂളുകളിലും +2-ന് ഫോളോ ചെയ്യുന്ന അതേ ടൈം ടേബിൾ പ്രകാരമാണ് +1-നും പരീക്ഷകൾ കാണാറുള്ളത്. സോ രണ്ടിനും ഓൾമോസ്റ്റ് സിമിലർ ടൈം ടേബിൾ ഓറിയൻറ്റഡ് ആയ പരീക്ഷകൾ തന്നെയായിരിക്കും ഉണ്ടാവാറുമുള്ളത്. റൈറ്റ്. അപ്പോൾ ടൈം ടേബിളിനെ പറ്റിയുള്ള സംശയങ്ങൾ മാറ്റി നിർത്തുക. അടുത്തത്, സ്കൂളുകാരിടുന്ന ചോദ്യപേപ്പർ അല്ലേ, ഞങ്ങളുടെ ടീച്ചർ ഇടുന്ന ചോദ്യപേപ്പർ അല്ലേ, അത് ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ പറ്റുമല്ലോ, അതിന് ഞങ്ങൾ പേടിയൊന്നുമില്ലാതെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുമല്ലോ എന്ന് പലരുടെയും മനസ്സിലുണ്ടാവും. അവിടെയാണ് നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഒരു ക്രിസ്മസ് എക്സാം അല്ലെങ്കിൽ ഒരു മോഡൽ എക്സാം അല്ലെങ്കിൽ ഒരു ബോർഡ് എക്സാം എടുത്തു കഴിഞ്ഞു വെച്ചാൽ അവിടെ നമുക്കുള്ള 14 ചാപ്റ്ററിൽ നിന്നും ചോദ്യമുണ്ടാവും. 14 ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ഉണ്ടാകുമ്പോൾ അത് പഠിച്ചെടുക്കുക എന്നൊരു ബുദ്ധിമുട്ടിനപ്പുറം അവിടെ നിങ്ങൾക്ക് ഒരു നല്ലൊരു വാർത്ത എന്ന് പറഞ്ഞു വെച്ചാൽ ഓരോ ചാപ്റ്ററിനും കൃത്യമായ വെയിറ്റേജ് ഉണ്ട്. ഒരു ഉദാഹരണം, ഒരു ബോർഡ് എക്സാം എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്ന് 6 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവുള്ളൂ, അതിനപ്പുറം ചോദ്യം ഉണ്ടാവില്ല. 6 മാർക്കിൻ്റെ ചോദ്യത്തിൽ നിന്ന് ഇത്ര മാർക്ക് ഈ സെഗ്മെൻറ്റിൽ നിന്ന്, ഇത്ര മാർക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ നിന്ന്, ഇത്ര മാർക്ക് അപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷൻ അനാലിസിസിൽ നിന്ന് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതിനകത്ത് സംശയം ഉണ്ടാവില്ല. സെക്കൻഡ് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു വെച്ചാൽ കൈനമാറ്റിക് ഇക്വേഷൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് ഡെറിവേഷനിൽ നിന്ന് ഉറപ്പായും ഒരു 3 മാർക്കിൻ്റെ ചോദ്യം കൺഫേം ആണ്. ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ അവിടെ കൺഫേം ആണ്. മോഷൻ്റെ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ പ്രൊജക്ടൈൽ മോഷൻ ഓറിയൻറ്റഡ് ആയ ഒരു ഡെറിവേഷൻ കൺഫേം ആണ്. ഒരു ന്യൂമറിക്കൽ അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ലൈക്ക് ഇങ്ങനെ നമുക്ക് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഏതൊക്കെ സെഗ്മെൻറ്റിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാൻ പോകുന്നതെന്ന്. സോ അതിനാൽ തന്നെ ഓരോ ചാപ്റ്ററിൽ നിന്നും സാധാരണ വെയിറ്റേജിൻ്റെ 3 ഇരട്ടിയോളം വെയിറ്റേജിലാണ് ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. സോ സ്ഥിരമായ ചോദ്യങ്ങൾക്കപ്പുറം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത പല ചെറിയ ചെറിയ ടോപ്പിക്കുകളിൽ നിന്നും ടീച്ചർമാർക്ക് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അത് പഠിച്ചെഴുതുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. സോ അതിന് കംപ്ലീറ്റ് സിലബസ് മുഴുവനായിട്ടും നിങ്ങൾ ഗോ ത്രൂ ചെയ്യണം. ചാപ്റ്ററിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനപ്പുറം ചാപ്റ്റർ കംപ്ലീറ്റ്ലി പഠിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് കൃത്യമായി നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതിലേറ്റവും മികച്ച മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. സോ അതിന് നിങ്ങൾ കൃത്യമായി തന്നെ പഠിക്കേണ്ടതുണ്ട്, കൃത്യമായി തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഓണപ്പരീക്ഷയെ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെയും മോഡൽ എക്സാമിൻ്റെയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. ഇവിടെ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ CE മാർക്കിനൊക്കെയാണ് അത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുക, വലിയ രീതിയിൽ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുക. കാരണം ഈ പറയുന്ന ഓണപ്പരീക്ഷയുടെ മാർക്കൊക്കെ ചില ടീച്ചേഴ്സ് എല്ലാം CE മാർക്കിന് കൺസിഡർ ചെയ്യാറുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി കൃത്യമായി തന്നെ പഠിക്കുക, ഗംഭീരമായി തന്നെ പ്രിപ്പയർ ചെയ്യുക. സൈലം ഒരു കിഡിലൻ സ്റ്റഡി പ്ലാനുമായിട്ട് വരുന്നുണ്ട്. എങ്ങനെ പഠിക്കണം, എങ്ങനെ +1-ൽ ഏറ്റവും മികച്ച മാർക്ക് നേടാം, ഏതൊക്കെ
ചാപ്റ്റേഴ്സ് എപ്പോഴൊക്കെയാണ് റിവിഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലൈവ് ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുക എന്ന കാര്യങ്ങളൊക്കെ സൈലം കൃത്യമായി നിങ്ങളുമായിട്ട് റിവീൽ ചെയ്യുന്ന ഒരു ലോഞ്ച് വൈകാതെ തന്നെ, ഒരു സ്റ്റഡി പ്ലാൻ റിവീലിംഗ് ലോഞ്ച് വൈകാതെ തന്നെ വരുന്നുണ്ട്. സൈലം നിങ്ങളെ പഠിപ്പിച്ചെടുക്കും. കിടിലൻ റിവിഷൻ പ്രോഗ്രാമാണ് സൈലം നിങ്ങൾക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നത്. കേരളത്തിലുള്ള മുഴുവൻ +1 വിദ്യാർത്ഥികളും കാത്തിരിക്കുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഓണപ്പരീക്ഷയിൽ ഏറ്റവും മികച്ച മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. സൈലം കൂടെയുണ്ട്. നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം.